നമസ്കാരം, ഗുഡ് മോർണിംഗ്. കൂടല്ലൂർ പ്രദേശം UDF-ന്റെ ഉരുക്കുകോട്ടയാണെന്ന് തെളിയിച്ചുകൊണ്ടുള്ള മോർണിംഗ് വാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 4, 5, 6 വാർഡിലെ UDF സ്ഥാനാർത്ഥികളുണ്ട്, UDF-ന്റെ നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്. എല്ലാവരും വളരെ ആവേശത്തിലാണ്. ഈ ആവേശം വോട്ടാക്കി മാറ്റി ഒരു തുടർഭരണമാണ് UDF പ്രതീക്ഷിക്കുന്നത്. ഈ മോർണിംഗ് വാക്കിൽ നമ്മോടൊപ്പം ഉള്ളത് 4ാം വാർഡ് സ്ഥാനാർത്ഥി ഷീബ പുളിക്കൽ, 5ാം വാർഡ് സ്ഥാനാർത്ഥി MT ഗീത, 6ാം വാർഡ് സ്ഥാനാർത്ഥി സത്യൻ എന്നിവരുള്ളത്. UDF നേതാക്കളൊക്കെ നമ്മുടെ ഈ മോർണിംഗ് വാക്കിലുണ്ട്. എന്താണ് 5ാം വാർഡ് സ്ഥാനാർത്ഥി MT ഗീതയ്ക്ക് ഈ മോർണിംഗ് വാക്കിനെ കുറിച്ച് പറയാനുള്ളത്? മോർണിംഗ് വാക്ക് നല്ലൊരു വൈബാണ്. കാരണം നമുക്ക് സാധാരണ നമ്മൾ ഒരുപാട് പേര് ഇവിടെ റോട്ടിൽ കൂടെ എന്നും കുറച്ചും കൂടി നേരത്തെ ആവേണ്ടതായിരുന്നു. പക്ഷെ എല്ലാവരും കൂടെ ഒന്നിച്ച് വന്നപ്പോഴേക്ക് കുറച്ച് സമയം വൈകിയെന്നേ ഉള്ളൂ. എന്നാലും നമ്മൾ മോർണിംഗ് വാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യമാണല്ലോ. എന്താ സ്ഥാനാർത്ഥികളും കൂടി ഒന്നിച്ച് നമ്മുടെ UDF-ന്റെ പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് 4, 5, 6 വാർഡിലെ വോട്ടർമാരെയും കാണാം, ഒരു മോർണിംഗ് വാക്കുമായി. അങ്ങനെ നല്ലൊരു വൈബോട് കൂടി ചെയ്യാനാണ്. സന്തോഷമുണ്ട്. പ്രചരണ പരിപാടികൾ ഇങ്ങനെ ചൂടേറി വരുന്നു. കാരണം 2 ദിവസമായിട്ടുള്ള ഇറങ്ങാൻ തുടങ്ങിയിട്ട് ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ വോട്ടർമാരോട് വോട്ട് ചോദിക്കണമെങ്കിൽ കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറി സജീവമായിട്ട് രംഗത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ വോട്ടർമാരെ സമീപിക്കുന്നത്. 4ാം വാർഡ് സ്ഥാനാർത്ഥി ഷീബ പുളിക്കല ഈ മോർണിംഗ് വാക്കിനെ കുറിച്ച് 2 വാക്ക് പറയും. എങ്ങനെയുണ്ട് ഷീബ ഈ മോർണിംഗ് വാക്ക്? നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത്രയും ആളുകളെ കൂടെ നടക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാ ആളുകളിൽ നിന്നും നല്ല റെസ്പോൺസ് തന്നെയാണുള്ളത്. അടുത്തത് 6ാം വാർഡ് സ്ഥാനാർത്ഥി സത്യൻ ശശിയാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്താണ് ശശി ഈ മോർണിംഗ് വാക്കിനെ കുറിച്ച് പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായം, ഏറ്റവും നല്ല ശുഭ പ്രതീക്ഷ. കാരണം ഈ രാവിലെ തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ ഇത്രയും ആളുകളുടെ പങ്കാളിത്തം ഇത്രയും രാവിലെ തന്നെ ഇതന്നെ ഇനി തുടർന്ന് പ്രവർത്തിക്കാനും നല്ലൊരു ആത്മധൈര്യം നൽകണം. പിന്നെ വാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി ഒരുപാട് പ്രവർത്തനങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അതിനൊക്കെ ഓരോ ഫണ്ടും കാര്യങ്ങളും വെച്ചിട്ടുമുണ്ട്. ഇനി ബാക്കിയുള്ള നമ്മുടെ വാർഡിന്റെ പുരോഗതി തീർച്ചയായും അടുത്ത ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ നല്ലൊരു പ്രവർത്തനം നമ്മുടെ വാർഡിൽ കാഴ്ചവെക്കുന്നു, ഉറപ്പു തരുന്നു. അതിനൊരു ശുഭാപ്തി വിശ്വാസമാണ് ഇന്നത്തെ രാവിലത്തെ നടത്തം. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളൊക്കെ എങ്ങനെയുണ്ട് ശശി? വളരെ നന്നായി പോകുന്നു. ഇപ്പോ ഞങ്ങള് 6ാം വാർഡിൽ ഇപ്പൊ റൗണ്ട് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഇന്നും നടത്തം തന്നെ. ഇന്നും രാവിലെ ഞങ്ങൾ ആരംഭിക്കും നടത്തം. പിന്നെ നല്ല പ്രതീക്ഷ, എല്ലാ വീടുകളിൽ കയറിറങ്ങുമ്പോഴും നല്ല പ്രതീക്ഷ. വോട്ടർമാരുടെ സപ്പോർട്ട് എങ്ങനെ, പിന്തുണയൊക്കെ എങ്ങനെ? തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ കാലങ്ങളിൽ UDF ആണ് നമ്മുടെ ആനക്കരയിലെ 6ാം വാർഡ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും അത് തന്നെ ആവർത്തിക്കും, അതിലൊരു സംശയമില്ല കാര്യത്തിൽ. ആനക്കര ഗ്രാമപഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സെലിൻ ഈ മോർണിംഗ് വാക്കിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കും. വലിയ ഒരു ആവേശത്തോടു കൂടിയിട്ടാണ് ഈ പ്രദേശത്തെ നമ്മുടെ സഹപ്രവർത്തകർ ഈ മോർണിംഗ് വാക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട 3 സ്ഥാനാർത്ഥികൾ നമ്മോടൊപ്പമുണ്ട്. 5ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത പ്രിയപ്പെട്ട ഗീതേച്ചി, അതുപോലെ തന്നെ പ്രിയങ്കരിയായ ഷീബ 4ാം വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ്. 6ാം വാർഡിൽ നിന്നും ആ പ്രദേശത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശശി. ഈ 3 പേരുമാണ് ഈ കൂടല്ലൂർ മേഖലയിൽ നിന്നും മത്സരരംഗത്തേക്ക് വരുന്നത്. വലിയ ഒരു ആവേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ മോർണിംഗ് വാക്കിനെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. മുഴുവൻ ആളുകളും ഈ 3 പേർക്കും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അവർക്ക് അനുവദിച്ചിട്ടുള്ള ചിഹ്നങ്ങളിൽ വോട്ടുകൾ നൽകി. ഇവരെ മാത്രമല്ല, നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ UDF-ന്റെ സാരഥികളെയും വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. വോട്ടിക്ക് എന്താണ് ഈ മോർണിംഗ് വാക്കിനെ കുറിച്ച് പറയാനുള്ളത്? ആനക്കര ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ തിരഞ്ഞെടുപ്പ് യുവാക്കൾക്കൊരു ഹരമായി മാറിയിട്ട് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ 5 വർഷത്തെ UDF-ന്റെ ഭരണം മികവുറ്റതായിരുന്നു. ഒരുപാട് വികസനം നടത്തിയ ആനക്കര പഞ്ചായത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരുമ്പോൾ കൂടുതലും സ്ത്രീകളാണ് സ്ഥാനാർത്ഥികളായി വന്നിട്ടുള്ളത്. 17 വാർഡുള്ള ഇതിനകത്ത് 9 സ്ത്രീകളാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത്. മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ് ഈ പ്രാവശ്യം ആനക്കര പഞ്ചായത്തിലെ ഭരണസമിതിയിലേക്ക് കയറാൻ പോകുന്നത്. ഇവിടെ തീർച്ചയായിട്ടും വികസനത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ ചർച്ചയിൽ ഞങ്ങളുടെ വിജയം സുനിശ്ചിതമാണ്. ഉറപ്പായി കൊണ്ടിട്ടും ഞങ്ങൾ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. ഈ വാക്കിൻ്റെ ഉദ്ദേശം അതുതന്നെയാണ്. സാലി, എന്താണ് ഈ മോർണിംഗ് വാക്കിനെ കുറിച്ച് പറയാനുള്ളത്? ആനക്കര ഗ്രാമപഞ്ചായത്ത് ഈ വരുന്ന 11ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ
4, 5, 6 വാർഡുകളിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മോർണിംഗ് വാക്ക്. ഇത് ഈ വാർഡുകളിൽ UDF ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന UDFിൻ്റെ 3 സ്ഥാനാർത്ഥികളെയും, 4-ാം വാർഡിലെ ഷീബയെയും 5-ാം വാർഡിലെ MT ഗീതയെയും, അതുപോലെ തന്നെ 6-ാം വാർഡിൽ മത്സരിക്കുന്ന സത്യൻ ശശിയെയും വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മോർണിംഗ് വാക്ക് നടക്കുന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സർക്കാർ കേരളത്തിലും, അതുപോലെ തന്നെ അതേ നാണയത്തിൻ്റെ ഒരു വശമായി കേന്ദ്രത്തിലും നടക്കുമ്പോൾ അവർക്കെതിരെയുള്ള ശക്തമായൊരു പ്രതിഷേധം അതുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുനീബ്, എന്താണ് നമ്മുടെ ഈ മോർണിംഗ് വാക്കിനെ കുറിച്ച് പറയാനുള്ളത്? വരാനിരിക്കുന്ന 11-ന് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ജനങ്ങളും പൊതുപ്രവർത്തകരും ഒക്കെ വളരെ ആവേശപൂർവ്വം ഏറ്റെടുത്തതിൻ്റെ ഭാഗമാണ് ഈ പ്രഭാതത്തിൽ ഇങ്ങനെ 2-3 കിലോമീറ്റർ നമ്മൾ നടന്ന് ആളുകളൊക്കെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ 5-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഗീതേച്ചി, 4-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഷീബ, 6-ൽ നിന്ന് മത്സരിക്കുന്ന നമ്മുടെ ശശിയേട്ട് ഉൾപ്പെടെ എല്ലാവരും നമ്മൾ ജനങ്ങളെയൊക്കെ കണ്ട് രാവിലെ വളരെ ഫ്രീ ആയി ഒരു നടത്തം എന്നുള്ള നിലയ്ക്ക് ഇത് വളരെ ഒരു ആവേശം നൽകുന്ന പരിപാടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള വിധിയെഴുത്തായി മാറേണ്ട ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഈ പ്രഭാത നടത്തം കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു ആവേശം ഉണർത്തുക എന്നതുകൂടി നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ള UDFിൻ്റെ മുഴുവൻ സാരഥികളെയും, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് ഉൾപ്പെടെയുള്ള മുഴുവൻ സാരഥികളെയും വിജയിപ്പിക്കണം. അതിനെല്ലാവരുടെയും പിന്തുണ തേടുക എന്നതാണ് ഈ മോർണിംഗ് വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നന്ദി. വോട്ട് ഫോർ UDF.